റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഞെട്ടിക്കുന്ന രതിവൈകൃതങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കണ്ണൂർ വിഷൻ പുറത്തുവിടുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വീഡിയോ വാൾ സ്ഥാപിക്കാനായി ഒരു യുവതി കരാർ എടുക്കുന്നു. അതിൻ്റെ അനുമതിക്കായി തൻ്റെ കിടക്ക പങ്കിടണം എന്നാണ് ഈ റെയിൽവേ ഉദ്യോഗസ്ഥൻ ആ യുവതിയോട് പറഞ്ഞത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പീഡനം ഏൽക്കേണ്ടി വന്നപ്പോൾ ആ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇതേ തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് ചീഫ് കൊമേഴ്സ്യൽ ഇൻസ്പെക്ടറായ രാജീവ് കുമാറിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വീഡിയോ വാൾ സ്ഥാപിക്കാൻ 65 ലക്ഷം രൂപയ്ക്കാണ് അതിജീവിതയായ സംരംഭക കരാർ ഏറ്റെടുത്തത്. വീഡിയോ വാൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ അനുമതി നൽകിയത്. ഇവിടെ കോൺക്രീറ്റ് പ്രവൃത്തികളൊക്കെ നടന്നിരുന്നു. അതിൻ്റെ ബീമൊക്കെ തയ്യാറാക്കി വച്ചിരുന്നു. അതിനുശേഷം തൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ല എന്ന് കാട്ടി ഇത് ഇവിടെ സ്ഥാപിക്കാൻ പറ്റില്ല എന്ന നിലപാട് ഈ ഉദ്യോഗസ്ഥൻ എടുത്തു. ഇതേ തുടർന്ന് വീണ്ടും പരാതികൾ നൽകി. പക്ഷേ എന്നിട്ടും ഫലമുണ്ടായില്ല. അങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകേണ്ടി വന്നതെന്നാണ് യുവതി വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ വാൾ റോഡിൽ നിന്ന് കാണുന്ന രീതിയിലുള്ള സ്ഥലത്ത് വെക്കണം എന്ന സംരംഭകയുടെ ആഗ്രഹമാണ് റെയിൽവേ ചീഫ് കമേഴ്ഷ്യൽ ഇൻസ്പെക്ടറായ രാജീവ് കുമാർ മുതലെടുക്കാൻ ശ്രമിച്ചത്. വളരെ മോശമായ രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥൻ തന്നോട് സംസാരിച്ചതെന്ന് അതിജീവിത പറഞ്ഞു. 8 മാസം മുമ്പ് ഈ ടെൻഡറിലൂടെയാണ് കരാർ ഏറ്റെടുത്തത്. റെയിൽവേയുമായി ഏറെക്കാലത്തെ ബന്ധമുള്ളതാണ് അതിജീവിത. പാലക്കാട് സ്വദേശിയായ 37-കാരിയുടെ പരാതിയിലാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ക്യാബിനിൽ എത്തിയപ്പോൾ ഇയാൾ കടന്നു പിടിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. വാട്സാപ്പിൽ നിരന്തരം മെസ്സേജുകൾ അയക്കുകയും ലൈംഗിക ചൂഷണ ലക്ഷ്യത്തോടെ പല സ്ഥലങ്ങളിലേക്കും ക്ഷണിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നുണ്ട്. തന്റെ ഇംഗിതത്തിന് വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ വീഡിയോ വാൾ സ്ഥാപിക്കാനായി എടുത്ത തൂൺ നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഇല്ലാത്തതിനെ തുടർന്നാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. ഇതനുസരിച്ചാണ് ടൗൺ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ വാൾ വെക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ സ്ഥലം നൽകുന്നതിനായി പണമല്ല ഈ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത്. തൻ്റെ ഇംഗിതത്തിന് വഴങ്ങണം എന്നാണ് യുവതിയായ ആ സംരംഭകയോട് ഇയാൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള ആളുകൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലും ഇത്തരം ഞരമ്പ് രോഗികൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. ശക്തമായ നിയമ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കർശനമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളതും. തക്കതായ ശിക്ഷ ഈ ഞരമ്പ് രോഗിക്കും കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.